അങ്ങനെ ഫൈനലി ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ കേരളത്തിൽ റിലീസായി. ആക്ച്വലി നമ്മൾ മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്കറിയാം ഞാൻ ഈ സിനിമയെ പറ്റിയിട്ട് എന്തോരം വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്ന, അത്രയും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണുക, അതും ബെസ്റ്റ് സ്ക്രീനിൽ കാണുക എന്നുള്ളത്, അതിനി എത്ര ട്രാവൽ ചെയ്താലും കാണുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഐമാക്സിൽ ബുക്ക് ചെയ്യുന്നത്. രാവിലെ 10:10 ഷോയാണ്. ട്രിവാൻഡ്രം PVR ഐമാക്സിലാണ് ബുക്ക് ചെയ്തത്. അപ്പം രാവിലെ എഴുന്നേറ്റ് പോന്നു. ചെന്ന് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇത്രയും കാലം നമ്മൾ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ കണ്ടൊരു സാധനം നമ്മളുടെ അതേ വൈബുള്ള കുറേ അധികം ആളുകളുടെ കൂടെ ഒരു ക്രൗഡ് അല്ലെങ്കിൽ പാക്ഡ് തിയേറ്ററിൽ ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം ഷെയർ ചെയ്ത് കാണുക എന്ന് പറയുന്നത് ഒരു 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 ബിഗ് മൊമെൻ്റ് തന്നെയായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ആ ഒരു അഡ്രിനാലിൻ റഷ്, ഓരോ സീൻ വരുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന മൊമെൻറ്റ്സ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇത് കിട്ടുമ്പോഴൊരു സാധനമുണ്ടല്ലോ, അത് നൈസായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുക, ഫസ്റ്റ് ഷോ അല്ല സെക്കൻഡ് ഷോ ആയിരുന്നു കാണുക എന്ന് പറയുന്നത് ഒരു 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 ഭയങ്കര സംഭവം തന്നെയായിരുന്നു. എനിക്ക് ഈ ഇത് തിയേറ്റർ പ്രിൻ്റ് ഫോണിലോ ലാപ്ടോപ്പിലോ കണ്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മിസ് ചെയ്തത് ഒരു ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്. തിയേറ്ററിൽ കണ്ടവർക്ക് അത് മനസ്സിലാവും. അത്രയും നൈസ് സംഭവമായിരുന്നു. അപ്പം സിനിമയെ പറ്റിയിട്ട് പറയാം. ഇത് വെറുതെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സിനിമയല്ല. ഇത് ഒരു വെൽ സ്ട്രക്ചേർഡ് സിനിമയാണ്. ഇതിനകത്ത് ഓരോ സീൻസും അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സീൻസ്, ബാക്ക് സ്റ്റോറീസ്, ഡീമൻസിൻ്റെ ബാക്ക് സ്റ്റോറി, ഓരോ സാധനങ്ങളും. അതായത് 2.5 മണിക്കൂറുണ്ട് സിനിമ. 2.5 മണിക്കൂറിൽ എവിടെയും നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇത് ലാഗ് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ അഡ്രിനാലിൻ ഇങ്ങനെ പമ്പ് ചെയ്ത് തരികയാണ് ഓരോ സീനിലും. പ്രത്യേകിച്ച് 2-3 ഫൈറ്റുകളുണ്ട്. അത് എനിക്കറിയാം അത് പറയണം എന്നുള്ളത്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല കാണാത്തവരുടെ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് ആ ട്രെയിലറിൽ കാണിക്കുന്ന കുറച്ച് സാധനങ്ങൾ, ഒരു മൊമെൻറ്റ്സ് ഉണ്ട്. ആ സാധനത്തിൻ്റെ എക്സ്റ്റൻഡഡ് വേർഷൻസ് കാണിക്കുന്നത് മാൻ വേറെ ലെവലാണ്. ഇപ്പം 2027 നെക്സ്റ്റ് സിനിമ, അത് 2027 നെക്സ്റ്റ് സിനിമ വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ 2.5 മണിക്കൂർ സെറ്റ് വെച്ച സാധനം, സ്റ്റോറി വേറെ ലെവൽ. ഇതെങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നറിയില്ല. കാരണം അത്രയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന ആ ഒരു അനിമയെ കണ്ടു വന്നിട്ട് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത്, ഇനി എന്താണ് ഈ 2 സിനിമയും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു എൻ്റയർ ഫ്രാഞ്ചൈസി എൻഡ് ചെയ്യുകയാണെന്നുള്ളൊരു സാധനം. പിന്നെ ഇനി ഇൻഫിനിറ്റി കാസിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് അറിയാവുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് മാങ്ക വായിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്തായിരിക്കും ഇനി ഈ സ്റ്റോറിയിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പം അതിൽ ഇപ്പം നമ്മൾ ഇപ്പം മാങ്ക വായിക്കുന്ന സമയത്ത് ചിലപ്പം ഒരു ചെറിയ എക്സ്പ്ലോഷൻ എന്നുള്ള ഒരു സാധനമായിരിക്കും. അതിനെ ഇവർ അനിമേഷൻ ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്. അത് വേറെ ലെവലാണ്. എനിക്ക് തോന്നുന്നു ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. ദിസ് ഈസ് പീക്ക് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അനിമെ അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനങ്ങൾ, അനിമേഷൻ സാധനങ്ങൾ കാർട്ടൂൺ ആണെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരിതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവർ എക്സ്പീരിയൻസ് ചെയ്ത് ഉറപ്പായിട്ടും അവർ പറയില്ല, ഇങ്ങനൊന്നും പറയില്ല. കാരണം ഇതിനെയൊക്കെ എങ്ങനെയാണോ കാർട്ടൂൺ എന്ന് പറയുന്നത്? ഈവൻ ഒരു ലൈവ് ആക്ഷൻ സിനിമയ്ക്ക് തരാൻ പറ്റുന്നതിലും കൂടുതൽ അഡ്രിനാലിൻ റഷും ഗൂസ് ബംസും ഈ ഒരു സാധനം, ഒരു VFX സാധനം, VFX ക്യാരക്ടർ, എൻ്റർലി VFX ക്യാരക്ടർ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ പറയുന്ന ഡീമൺ സ്ലെയറിലെ ഇപ്പം ടാഞ്ചിറോ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ ആണെങ്കിൽ കൂടി സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ സൈഡ് ക്യാരക്ടേഴ്സിന് വരെ ഭയങ്കര റോളാണ്. ഈവൻ മെയിൻ ക്യാരക്ടറിനേക്കാൾ ഫാൻസ് ഉള്ള സൈഡ് ക്യാരക്ടേഴ്സ് ഉള്ളൊരു അനിമയാണ്. അപ്പം അത്രയും ഒരു സാധനം ഒരു അനിമേഷൻ അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കാർട്ടൂൺ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയേണ്ടതാണ്. ഇത് വെൽ സ്ട്രക്ചറാണ്. ഇത്രയും അതായത് നമ്മളുടെ ഇന്ത്യയിൽ കേരളം പോലൊരു സ്ഥലത്ത് ഇത്രയും ഈവൻ ഏർലി മോർണിംഗ് 4:30 ഐമാക്സിൽ ഷോ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു 4:30 ഷോയ്ക്ക് ഈവൻ ലാലേട്ടൻ്റെ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ വിജയുടെ സിനിമ ഇറങ്ങുന്ന സമയത്താണ് 4:30 ഷോയ്ക്ക് ആൾ വരുന്നത്. വെൽ പാക്ഡ് അല്ലെങ്കിൽ ഹൗസ്ഫുൾ ഷോസ് ഐമാക്സിൽ 800-1000 രൂപ കൊടുത്തിട്ട് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു 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 റേഞ്ച് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഡീമൺ സ്ലെയർ എന്ന് പറയുന്നത്. ഇത് വെറും ഒരു അനിമേഷൻ അല്ല, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സിനിമ. അത് കാണുക. നിങ്ങൾ ഇത് OTTയിൽ കാണേണ്ട ഒരു സിനിമയല്ല. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ദി ബെസ്റ്റ് സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. കണ്ടവർ ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക. നിങ്ങൾ എവിടെയാണ് കണ്ടത്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത്, ഇതിനകത്ത് ഏത് മൊമെൻ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതെന്ന് പറയാം. അപ്പം അതാണ് എനിക്ക് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ കണ്ടപ്പോൾ തോന്നിയൊരു സാധനം.
ആക്ച്വലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത് എങ്ങനെ ഇത് അതായത് വേണമെങ്കിൽ ഇതിനെപ്പറ്റി 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണെങ്കിലും സംസാരിക്കാം. എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക.